പ്രിയമുള്ള മടവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളെ, നമ്മുടെ മടവൂർ ഗ്രാമപഞ്ചായത്തിൽ സാംക്രമിക രോഗങ്ങൾ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ നമുക്ക് 110ഓളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ദാരുണമായ ഒരു മരണം, 21 വയസ്സുകാരൻ്റെ ഒരു മരണം കൂടി നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പൊതുജനങ്ങൾ വളരെ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ നമ്മുടെ മരണനിരക്ക് ഇനിയും ഉയരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. കഴിഞ്ഞ നമ്മുടെ നരിക്കുനി CHCയുടെ കീഴിലുള്ള 8ഓളം മരണങ്ങളുടെ ഒരു റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നത് ആദ്യകാലങ്ങളിൽ ഇത് ലിവറിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വൃക്ക, അതേപോലെ തന്നെ തലച്ചോറ് തുടങ്ങിയവയെ ബാധിക്കുന്നതായിട്ട് കാണാം. പെട്ടെന്ന് 3 ദിവസം കൊണ്ട് തന്നെ ICUയിലേക്ക് ആക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 17 വാർഡുകളിലെ ഏകദേശം 85ഓളം കുടിവെള്ള സ്രോതസ്സുകൾ പരിശോധിച്ചത് അതിൻ്റെ ബയോളജിക്കൽ ടെസ്റ്റിൻ്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് അനുവദനീയമായ അളവിൻ്റെ 10ഓളം ഇരട്ടി അതിൻ്റെ മാലിന്യങ്ങൾ കാണുകയാണ്. അതായത് ഈക്കോളി, കോളിഫോം തുടങ്ങിയ ബാക്ടീരിയകളുടെ സാന്നിധ്യം നമ്മുടെ കിണറുകളിൽ കാണുകയാണ്. ജനങ്ങൾ വളരെ അടുത്ത് താമസിക്കുകയും കക്കൂസും കിണറും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെ വിജിലൻ്റായി ഇരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒന്ന്, നമുക്ക് 20 മിനിറ്റ് നേരം തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നത് ജനങ്ങൾ വളരെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് വീണ്ടും പച്ചവെള്ളം ചേർക്കുന്ന, അതായത് തണുത്ത വെള്ളം ചേർക്കുന്ന പ്രവണത നമ്മൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ ബാത്റൂം, ടോയ്ലറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചതിന് ശേഷം ഹാൻഡ് വാഷ് ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ കൈ കഴുകാൻ വേണ്ടി ശ്രമിക്കുക. അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ എല്ലാ സ്കൂളുകളിലും, അതേപോലെ തന്നെ അംഗൻവാടികളിലും, അതേപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ആ ഹാൻഡ് വാഷ് ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ കൈ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിവതും നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഐസ്, അതായത് മത്സ്യത്തിലും മറ്റുപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ഐസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ശീതളപാനീയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ശീതളപാനീയങ്ങൾ, അതേപോലെ തന്നെ ഐസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉപയോഗിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഉപ്പിലിട്ടതും അതേപോലെ തന്നെ ശുചിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ പനിയോ അനുബന്ധ അസുഖങ്ങളോ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ടൈഫോയിഡിൻ്റെയോ അല്ലെങ്കിൽ ഷിഗല്ലയുടെയോ ഒരു സാന്നിധ്യം, വൈറസിൻ്റെ ഒരു സാന്നിധ്യമായിരിക്കാൻ ചിലപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒറ്റമൂലി ചികിത്സ. പ്രത്യേകിച്ച് നമ്മുടെ മഞ്ഞപ്പിത്ത സംഗതികളിൽ ഈ ഒറ്റമൂലി ചികിത്സകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റമൂലി ചികിത്സ എന്ന് പറഞ്ഞാൽ അവർ രോഗത്തിൻ്റെ ലക്ഷണം വെച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ അതായത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാതിരിക്കുന്നത്, അതായത് ഹാഫ് ബോയിലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇതിലേക്ക് മഞ്ഞപ്പിത്തത്തിലേക്ക് നയിക്കുന്നു എന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, 20 മിനിറ്റ് നേരം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. രണ്ടാമത്തത്, നമ്മുടെ കിണറുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി വരുന്ന ആശാപ്രവർത്തകരെ അതിന് അനുവാദം കൊടുക്കുക. മൂന്നാമത്തെ കാര്യങ്ങൾ, നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ, പനി തുടങ്ങിയ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് ആശാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ തുടങ്ങിയവരെ അറിയിക്കാനുള്ള ഒരു കാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ആ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാം.
പിന്നെ എന്തെങ്കിലും മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയുകയോ ചെയ്യുന്നതായി കാണുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരു ഹെൽത്ത് വിങ്ങുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽത്തിനെയും നിങ്ങൾ ഫോട്ടോ സഹിതം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ശക്തമായ നടപടികൾ ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കടപരിശോധനകൾ ഞങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. കടപരിശോധനകളിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവരുടെ മേൽ പൊതുജനാരോഗ്യ നിയമം അനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൊതുസമൂഹം കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കും.